നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷൻ CITU തൃശൂർ ജില്ലാ സമ്മേളനം മാപ്രാണം ചാത്തൻ മാസ്റ്റർ ഹാളിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NSA സംസ്ഥാന സെക്രട്ടറി അന്നമ്മ ജോസഫ്, സംസ്ഥാന ട്രഷറർ KV സുഖദേവ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രിക ശിവരാമൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ, CITU ഏരിയ സെക്രട്ടറി KA ഗോപി, സംഘാടക സമിതി ചെയർമാൻ VA മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി KK ജോളി പ്രസിഡന്റ്, ചന്ദ്രിക ശിവരാമൻ, സുധ KR വൈസ് പ്രസിഡന്റുമാർ, KV ദീപ സെക്രട്ടറി, ബിന്ദു AR, ബേബി ശിവദാസ് ജോയിന്റ് സെക്രട്ടറിമാർ, ചെറുപുഷ്പം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യുദ്ധം കൊടുങ്കുരി കൊണ്ട് നമ്മൾ അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാന് നേരെ യുദ്ധഭീഷണിയുമായി പശ്ചിമേഷ്യൻ കടലിടുക്ക് അല്ലെങ്കിൽ ഹോർമസ് കടലിടുക്ക് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആ വിതരണവും സംഭരണവും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന യുദ്ധസമാനമായ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ തൊഴിലും എല്ലാം പ്രതിസന്ധിയിലാകുന്ന രീതിയിലേക്കുള്ള ഒരു കാലഘട്ടം. ഇതിനു മുൻപ് 2023 നമ്മൾ പല യുദ്ധങ്ങളുടെ പേരുകളും കേട്ടിട്ടുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, പലസ്തീനിലെ ഗാസയിലെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ചുട്ടരിക്കുന്ന രീതിയിലേക്ക് ബോംബ് വർഷിക്കുന്ന കഥകൾ, ഇറാനുമായിട്ടുള്ള യുദ്ധം, ഇങ്ങനെ ലോകവ്യാപകമായി യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. സൈനികവൽക്കരണത്തിന്റെ വലിയ മേധാവിത്വപരമായിട്ടുള്ള പ്രവണതകൾ സർവദേശീയ രംഗത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ പിടിയിലമരുന്നതും ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ സാമൂഹ്യ അല്ലെങ്കിൽ വെൽഫെയർ എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നു. അതിന്റെ പരിണിത ഫലങ്ങൾ തൊഴിലെടുക്കുന്ന മനുഷ്യരെയും സാധാരണ മനുഷ്യരെയും ബാധിക്കുന്നു എന്നൊക്കെ സർവദേശീയ രംഗങ്ങളിലെ യുദ്ധങ്ങൾ, കെടുതികൾ, വംശഹത്യകൾ, പലായനങ്ങൾ തുടങ്ങിയ നിരവധിയായ പ്രശ്നങ്ങളെ സർവദേശീയ രംഗത്ത് നാം അഭിമുഖീകരിക്കുന്നു. CPIയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI ഇരിങ്ങാലക്കുട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ജാഥ ക്യാപ്റ്റൻ ബെന്നി വിൻസെന്റിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം വർദ്ധനൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ക്യാപ്റ്റൻ ശോഭന മനോജ്, മാനേജർ KS പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ആൽത്തറയ്ക്കൽ നടന്ന സമാപന സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. KS പ്രസാദ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PJ ജോബി, മിഥുൻ പോട്ടക്കാരൻ, ഷീർഷ, KC മോഹൻലാൽ, ഷിജിൻ തവരങ്ങാട്ടിൽ, അജിത സുബ്രഹ്മണ്യൻ, TV സുകുമാരൻ, സുനിൽ കുമാർ എന്നിവർ പ്രസംഗിച്ചു. BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഈ രാജ്യത്തൊരു മാറ്റം അനിവാര്യമാണ് എന്ന് ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ 1 രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലേക്ക് ഡൽഹി ചലോ എന്ന് പറയുന്ന ഒരു വലിയ സമര പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ബദലാവ് സരൂരി ഹേ എന്ന ദേശീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പദയാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഈ രാജ്യത്തെ കർഷകർ, ഈ രാജ്യത്തെ തൊഴിലാളികൾ, ഈ രാജ്യത്തെ യുവാക്കൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ സ്ത്രീകൾ, മതന്യൂനപക്ഷങ്ങൾ, ആദിവാസി ദളിത് സമൂഹങ്ങളൊക്കെ വലിയ തരത്തിലുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. നമുക്കറിയാം, രാജ്യത്തെ ഇളക്കി മറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞിട്ട്
നാൾ കുറച്ചേയായിട്ടുള്ളൂ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നത് നാം കാണുകയുണ്ടായി. CPI ശീർഷ മഹിളാ സംഘത്തിന് വേണ്ടി സഖാവ് സുമതി ഇവിടെ നൽകിയ സ്വീകരണത്തിന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥതയപ്പാടെ കോർപ്പറേറ്റ് കുത്തകകൾക്ക് തീരെഴുതി കൊടുത്ത സെക്രട്ടറി സഖാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ നിന്നും സഹകരണ മേഖലയെ ഒഴിവാക്കുന്നതിനെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER വിനോദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KM രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി ശ്രീരാമൻ സ്വാഗതവും നിഷ നന്ദിയും പറഞ്ഞു. ലിനി ജേക്കബ്, ജയലാൽ, AV, IR ബൈജു എന്നിവർ നേതൃത്വം നൽകി. KPMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏകദിന നേതൃത്വ പഠന ക്യാമ്പ് മാപ്രാണം ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS വിമൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ട്രഷറർ CA ശിവൻ, വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, ശോഭ ചുറപ്പാടത്ത്, PK സുബ്രൻ, EV സുരേഷ്, PK ശിവൻ, TO ബാബു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി CV ബാബു സ്വാഗതവും ട്രഷറർ PC ബാബു നന്ദിയും പറഞ്ഞു. ഇത് ചാത്തൻ മാസ്റ്റർ നാമധേയത്തിലുള്ള ഒരു സമുച്ചയമാണ്. ചാത്തൻ മാസ്റ്റർ എന്നുള്ള ആ പേര് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ചിന്തയാണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒട്ടനവധിയായിട്ടുള്ള നേതൃത്വ പാഠമുണ്ടായ വ്യക്തിത്വം, നല്ല നിലയിൽ ആളുകളെ സംഘടിപ്പിച്ച വ്യക്തിത്വം. അപ്പം അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് ജന്മം നൽകിയ നാട്ടുകൂടിയാണ് ഇരിങ്ങാലക്കുട എന്നുള്ളത് കൊണ്ടും ഞാനത് അഭിമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഫോട്ടോയിൽ നമ്മളൊക്കെ വളരെ പ്രാർത്ഥനാപൂർവ്വം പുഷ്പാർച്ചന നടത്തിയപ്പോൾ കണ്ട നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വ്യക്തിത്വങ്ങൾ ഡോക്ടർ അംബേദ്കർ, അതുപോലെ തന്നെ മഹാനായ അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള വിശിഷ്ടരായ വ്യക്തികളുടെ ആ ചിത്രങ്ങൾ ഇങ്ങനെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഇവരിൽ നിന്ന് പ്രകാശം നമുക്ക് ലഭിക്കാൻ കൂടിയിട്ടാണ്. ഒരു ഫോട്ടോ എന്നതിനുപരിയായി ശരിക്കും പറഞ്ഞാൽ ആത്മാക്കളാണ് നമ്മെ നോക്കുകയാണ്, ആ ഒരു അനുഗ്രഹം നമുക്ക് നൽകുകയാണ്. ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ തീർച്ചയായിട്ടും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മഹാനായ അയ്യങ്കാളി ഒരു കാലഘട്ടത്തെ മുഴുവൻ മാറ്റിമറിച്ച വ്യക്തിത്വമാണ്. സാമൂഹിക ഘടനയ്ക്ക് തന്നെ വലിയ മാറ്റം വരുത്തിയൊരു വ്യക്തിയാണ്. അദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം എത്ര വലിയ മാറ്റമാണ് കേരളത്തിലുടനീളം കൊണ്ടുവന്നത്. യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് ആചരിച്ചു. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ പതാക ഉയർത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അസറുദ്ദീൻ കളക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബീഷ് കാക്കനാടൻ, ടൗൺ മണ്ഡലം മുൻ പ്രസിഡന്റ് ശ്രീറാം ജയപാലൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ, വിനു ആന്റണി, അഡ്വക്കേറ്റ് ഗോകുൽ കർമ്മ, അജയ് മേനോൻ, ഷാർവി എന്നോ, അനന്തകൃഷ്ണൻ, ആൽബർട്ട് കാനങ്കുടം, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ്, ജില്ലാ ഭാരവാഹി ഗിഫ്സൺ ബിജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത്, ശരത് ദാസ്, ഷാൽബിൻ പെരേര എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് കമ്പൽ സിന്ദാബാദ്, ഓഗസ്റ്റ് കമ്പൽ സിന്ദാബാദ്, ഓഗസ്റ്റ് കമ്പൽ സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്.
ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിരനോട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അരങ്ങ് 2026 രണ്ടാം ദിന പരിപാടികൾ മുൻ ഇന്ത്യൻ അംബാസഡർ വേണു രാജാമണി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രശസ്ത കഥകളി വേഷ കലാകാരൻ കലാനിലയം ഗോപാലകൃഷ്ണനെയും അണിയറ കലാകാരൻ ചേർത്തല പ്രശാന്തിനെയും ഗുരുദക്ഷിണ നൽകി ആദരിച്ചു. കലാമണ്ഡലം സംഗീത പ്രസാദിന്റെ മോഹിനിയാട്ട കച്ചേരി, ഭഗവത് ദജുഗം, കൂടിയാട്ടവതരണം, പ്രശസ്തരായ കലാകാരന്മാർ അണിനിരന്ന നിഴൽക്കൂത്ത്, കഥകളി എന്നിവ അരങ്ങേറി. ക്ഷേത്ര ആചാര വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ശ്രീ ഗണപതി അഥർവ ശീർഷഹോമം സംഘടിപ്പിച്ചു. വിഘ്നേശ്വരനെ പരബ്രഹ്മസ്വരൂപനായി ആരാധിക്കുന്ന അതിവിശിഷ്ടമായ അനുഷ്ഠാനമാണ് ശ്രീ ഗണപതി അഥർവ ശീർഷഹോമം. ദുർവ, മലർ, മോദകം, നെയ്യിൽ മുക്കിയ സമിത്തുകൾ എന്നിവ കൊണ്ട് 1008 വീതം ആഹുതി ചെയ്യുന്ന ഈ ഹോമം ഭക്തർക്ക് സകല ഐശ്വര്യങ്ങളെയും വിദ്യയും കുബേരതുല്യമായ ധനസമ്പത്തും പ്രദാനം ചെയ്യുന്നുവെന്നതാണ് വിശ്വാസം. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള നമ്പൂതിരീസ് കോളേജിൽ വെച്ച് നടന്ന അറവ ശീർഷ ഹോമത്തിൽ പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷക സരിത അയ്യർ പ്രഭാഷണം നടത്തി. പ്രാർത്ഥന, മഹാസങ്കല്പം, പുണ്യാഹവചനം എന്നിവയ്ക്ക് ശേഷം ആരംഭിച്ച ശ്രീ ഗണപതി അഥർവ ശീർഷ ഹോമം മഹാപൂർണാഹൂതിക്ക് ശേഷം മംഗളാരതിയോടെയും പ്രസാദ വിതരണത്തോടെയും സമാപിച്ചു. വരുൺ ഭട്ട്, സാഗർ ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 10ഓളം ആചാര്യന്മാരാണ് ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചത്. ക്ഷേത്ര ആചാര വിശ്വാസ സംരക്ഷണ സമിതി പ്രസിഡന്റ് CG കൃഷ്ണകുമാർ, സെക്രട്ടറി ജയശങ്കർ പായ്ക്കാട്, ട്രഷറർ ഹരിവാര്യർ, കാവനാട്ട് കൃഷ്ണൻ നമ്പൂതിരി, അനീഷ് PV, OS സുരേഷ്, മനു പാറപ്പുറത്ത്, PK ഉണ്ണികൃഷ്ണൻ, ഭരതൻ പൊന്തേങ്കണ്ടത്ത്, കൂടപ്പുഴ പരമേശ്വരൻ, ജിജേഷ് മേനോൻ, രമേശ് അയ്യർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.